സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഇന്ന് സെമി ഫൈനൽ പോരാട്ടങ്ങളുടെ ദിനം. ആദ്യ സെമിയിൽ ബംഗാൾ സർവീസസിനെയും രണ്ടാം സെമിയിൽ കേരളം മണിപ്പൂരിനെയും നേരിടും. ടൂർണമെന്റിൽ ഇതുവരെ അപരാജിതരായാണ് കേരളത്തിന്റെ കുതിപ്പ്. ക്വാർട്ടറിൽ ജമ്മു കാശ്മീരിനെ എതിരില്ലാത്ത ഒറ്റ ഗോളിന് പരാജയപ്പെടുത്തിയാണ് കേരളം സെമിയിലെത്തിയത്. ഇന്ന് ജയിച്ച് 16-ാം തവണ സന്തോഷ് ട്രോഫി ഫൈനൽ കളിക്കുകയാണ് കേരളത്തിന്റെ ലക്ഷ്യം. മത്സരത്തിന് മുന്നോടിയായുള്ള വാർത്താ സമ്മേളനത്തിൽ കേരള കോച്ചിന്റെ വാക്കുകൾ ഇങ്ങനെ: നല്ല ഗ്രാസ് കോർട്ടിലാണ് മണിപ്പൂരിന്റെ പരിശീലനം. നമുക്ക് ലഭിച്ചതാകട്ടെ പൂർണ്ണമായും പരിശീലനത്തിനുതകാത്ത മോശം ഗ്രൗണ്ടും. മികച്ച പരിശീലനമില്ലാതെ പെട്ടെന്ന് ഗ്രാസ് കോർട്ടിലേക്ക് മാറുന്നത് ബുദ്ധിമുട്ടാണ്. ക്വാർട്ടറിൽ കാശ്മീരിനെതിരെ ശക്തമായ മത്സരം പിന്നിട്ടാണ് നമ്മൾ വരുന്നത്. മണിപ്പൂരിനെതിരായ സെമി താരതമ്യേന കടുപ്പമേറിയതാകും. വേഗമേറിയ താരങ്ങളാണ് അവർക്കുള്ളത്. ടെക്നിക്സും ടാക്ടിക്സും കൊണ്ട് അതിനെ മറികടക്കുമെന്നും പരിശീലകൻ ബിബി തോമസ് പറഞ്ഞു. കാശ്മീരിനെതിരെ വിജയ ഗോൾ നേടിയ നസീർ റഹ്മാനാണ് ടീമിന്റെ കുന്തമുന. മികച്ച ഫോമിൽ പന്ത് തട്ടുന്ന നസീബ് ഇതുവരെ 7 ഗോൾ ടൂർണമെന്റിൽ സ്വന്തമാക്കി. പ്രതിരോധ താരങ്ങളും മികച്ച പ്രകടനമാണ് നടത്തുന്നത്. അതേസമയം ക്വാർട്ടറിൽ ഡൽഹിയെ 2-നെതിരെ 5 ഗോളുകൾക്ക് തകർത്താണ് മണിപ്പൂർ സെമിയിലെത്തിയത്. കേരളത്തിന്റെ കളി നന്നായി നിരീക്ഷിച്ചിരുന്നതായും കേരളത്തെ കീഴ്പ്പെടുത്താനുള്ള തന്ത്രങ്ങൾ തങ്ങളുടെ പക്കലുണ്ടെന്നും മണിപ്പൂർ കോച്ച് കമൈജോയ് റങ്മൈ പറഞ്ഞു. രാത്രി 7:30-നാണ് കേരള മണിപ്പൂർ സെമി പോരാട്ടം. ബംഗാൾ സർവീസസ് മത്സരം ഉച്ചയ്ക്ക് 2:30-നും നടക്കും. ഹൈദരാബാദിലെ ഗച്ചിബോളി സ്റ്റേഡിയത്തിലാണ് സെമി ഫൈനൽ പോരാട്ടങ്ങൾ നടക്കുക. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.